അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു നല്ലൊരു മെയ്വഴക്കമുണ്ട്. പക്ഷെ അത് ഈ ഹണിമൂൺ പീരീഡിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ആ തരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇപ്പോഴെല്ലാവരും ഇതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിമർശിച്ചു കഴിഞ്ഞാൽ പറയും അവർക്കൊരു അല്പം സമയം കൊടുക്കൂ എന്നാണല്ലോ പറയുന്നത്. ഇതിപ്പോൾ ഇന്നലെ പെട്രോളിൻ്റെ വിലയുടെ കാര്യത്തിലാണ് ഇത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവരൊന്നിൽ നിൽക്കട്ടെ, ഒന്ന് ഫിക്സഡ് ആവട്ടെ, എന്നിട്ടാകുമ്പം നമ്മളിവിടെ സെക്സ് കുറക്കേണ്ട കാര്യവും നികുതി കുറക്കേണ്ട കാര്യത്തിനെ പറ്റി ആലോചന നടത്താം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴും പറയുന്നത് ഞാനൊന്ന് ചാരിയിരിക്കട്ടെ എന്ന് പോലും പറയുന്നുണ്ട്, ഒന്നും ഇരുന്നില്ലല്ലോ എന്ന് പോലും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആനുകൂല്യങ്ങൾ അവിടെയുണ്ട്. ആ ആനുകൂല്യങ്ങൾ നിർത്തുമ്പോൾ തന്നെ ഇന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ ആ കൂടിക്കാഴ്ചയെ കാണുന്നത് പാലം കിടക്കുവോളം നാരായണ, പാലം കിടന്നാൽ കൂരായണ എന്ന് പറയുന്നത് പോലെ. അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൽഹി യാത്ര കാണുമ്പോൾ ഓർമ്മ വരുന്നത് സംസ്ഥാനത്തോട് ക്രൂരമായ സാമ്പത്തിക അവഗണനയാണ് കേന്ദ്രം നടത്തുന്നത്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് അർഹമായ ധനസഹായങ്ങളൊന്നും നൽകുന്നില്ല എന്ന് ഇവിടെ 10 വർഷം ഭരിച്ച ഒരു സർക്കാർ നിരന്തരം പറയുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോഴൊന്നും കമ എന്നൊരു അക്ഷരം മിണ്ടില്ല. എന്നിട്ട് മാത്രവുമല്ല, ഇവിടുത്തെ സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുക എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം പറയും ഇതൊക്കെ ഒരു ഡീലാണ്. ഓരോ തവണ ഡൽഹി യാത്രയ്ക്ക് പോകുമ്പോഴും അതൊരു ഡീലാണ്. മോദി പിണറായി ഡീല്, CPM BJP ഡീല്, സാമ്പത്തികമായി ഞെരിക്കുന്നത് അതും കുഴപ്പമില്ല എന്ന നിലയ്ക്കാണ് ഇത് കേന്ദ്രം. നമുക്ക് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ കണ്ട ഏറ്റവും വലിയ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തത്തിലൊന്നാണ് വയനാട് ദുരന്തം എന്നുള്ളത്. ആ ദുരന്തത്തിൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ മോദി സർക്കാർ അവിടെ നിന്ന് ആദ്യത്തെ അത്യുത്സാഹത്തിൽ ഇവിടെ വരികയും ഇവിടുന്ന് ഹെലികോപ്റ്ററിൽ മുഴുവൻ കാണുകയും നടന്ന് കാണുകയും നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോടെയും ഇത്രയധികം സഹായം വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിച്ചിട്ട് നമുക്ക് അർഹമായ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. അതിലുൾപ്പെടെ ഇവിടെയുള്ളവർ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഒരു ഇടപെടേണ്ട രീതിയിൽ നിലപാടെടുക്കേണ്ട രീതിയിൽ എടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോഴും മറ്റ് ചില ആരോപണങ്ങളിൽ കൊളുത്തിയിട്ടുകൊണ്ട് ഈ സർക്കാർ അവരുമായി സന്ധി ചെയ്യുന്ന രീതിയിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയാനാണ് ഇവിടെയുള്ള പ്രതിപക്ഷം, അന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ ഭരണപക്ഷം ശ്രമിച്ചിരിക്കുന്നത്. PM ശ്രീയുടെ കാര്യത്തിലായാലും PM ശ്രീയുടെ കാര്യത്തിൽ ഇപ്പോൾ അവധാനതയോടെയാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ശക്തമായ നിലപാടുണ്ടായിരുന്നു. ഇത് സംഘപരിവാറിന് മുന്നിൽ കീഴടങ്ങുകയാണ് ഇവിടുത്തെ സർക്കാർ എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു അന്നുണ്ടായിരുന്ന പ്രതിപക്ഷം ഇവിടെ നിലപാടെടുത്തിരുന്നത്. സംശയമില്ലാത്ത കാര്യമല്ലേ. പക്ഷേ ഇന്ന് ഭരണപക്ഷത്ത് വരുമ്പോഴത്തേനും അവർക്കതിൽ ആലോചിക്കണം. അതൊരു നയപരമായ വിഷയമാണ്. അത് ലീഗ് മാത്രമല്ല നിലവിൽ തീരുമാനമെടുക്കേണ്ടത്, വകുപ്പ് മാത്രം തീരുമാനമെടുത്താൽ പറ്റില്ല. അത് ആലോചിക്കണം, അതിൻ്റെ വരുംവരായികൾ കാണണം എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ തന്നെയായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ആവർത്തിച്ചു വന്ന് ഇവിടെ ഇരുന്ന് പത്രസമ്മേളനം നടത്തുകയും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ഇത് ഒപ്പിട്ടിട്ട് പൈസ വാങ്ങിക്കുക എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന. അത് ഇവിടുത്തെ കുട്ടികൾക്ക് കിട്ടേണ്ടതാണ്. അത് നമ്മുടെ നിലപാട് കൊണ്ടോ പിടിവാശി കൊണ്ടോ അതിനെ നിഷേധിക്കാനാവില്ല. പൈസ വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളത് നമ്മൾ സന്ധി ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രീതിയിൽ, നേരത്തെ സനീഷേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ രീതിയിൽ നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത്. ഇതിലൊരു അടിയറവില്ല. പക്ഷെ സമ്മതിച്ചില്ല, ഇവിടെയുള്ള പ്രതിപക്ഷം സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല CPI മാത്രം സമ്മതിച്ചില്ല. അപ്പോൾ ഇത്രയധികം നിലപാട് കൃത്യമായി ഈ വിഷയത്തിലുള്ള ഒരാൾക്ക് ഇത്രയധികം വലിയ സീറ്റിൽ ജയിച്ച് വരുമ്പോൾ തീർച്ചയായും പറഞ്ഞുകൂടെ ഇത് പറ്റില്ല എന്ന്? ഇതിലെന്താണ് ഇനി മറ്റെന്തെങ്കിലും ആലോചിക്കാനുണ്ടോ? കാരണം അത്രയധികം ആലോചിച്ച് കണ്ടുകൊണ്ട് ഒരു നിലപാട് പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞതല്ലേ. അതുകൊണ്ട് എത്ര വോട്ടുകൾ പെട്ടിയിൽ വീണ് കാണും, എത്ര ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിൽ വീണ് കാണും? സീരിയസ്, ഞാൻ കാര്യമായും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അവർക്ക് പോലും അത് പറ്റുന്നില്ല. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ഒരു കേന്ദ്രവുമായി നമ്മൾ ഇങ്ങനെ കോടിയേലി ഇടപെടാൻ മാത്രമേ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് വലിയ റിബല് കളിച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഇരുട്ടിൽ നിൽക്കുന്നത് പോലെയാണ് ഉണ്ടാവുക. അത് നമ്മുടെ രാഷ്ട്രീയം മാത്രം അവിടെ മുൻനിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വിരുദ്ധ രാഷ്ട്രീയമാണെന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. ഇതിപ്പോൾ പിണറായി വിജയൻ നിയമസഭയിൽ തന്നെ പറയുകയുണ്ടായി, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കണം. ഈ ഡീലിൻ്റെ ഭാഗമായി എന്ന ആരോപണം നിരന്തരം കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഗവർണർ, ഇവിടെയുള്ള ഗവർണർ, അദ്ദേഹത്തിനോട് അങ്ങനെയാണല്ലോ പെരുമാറേണ്ടത്. അപ്പോൾ ഒരു ചില സ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെരുമാറുകയും അതിനനുസരിച്ച് സംസ്ഥാന താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അത് ഇവർക്ക് മുൻപേ അറിയാമായിരുന്നു. എന്നിട്ടും അവർ ഈ നാരായണ ഇത് പ്രശ്നമാണ്, ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പാടിക്കൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തെ അതൊക്കെ അങ്ങ് മറന്നു യാത്രയായി, കൂടിക്കാഴ്ചയായി. അതിൽ പ്രശ്നങ്ങളില്ല. സംസ്ഥാന താല്പര്യം മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ വാഗ്ദാനങ്ങളെല്ലാം പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നും അങ്ങ് പറയാണ്. പക്ഷേ ഇദ്ദേഹം ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിനൊരു ഹണിമൂൺ പീരീഡ് ആയതുകൊണ്ട്
സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് പറഞ്ഞ് ഫലിപ്പിക്കാനും പറ്റുന്നു. അത് ഏറ്റവും മികച്ചൊരു കാര്യമാണ്. ഇത്തരം ഡീൽ ഉണ്ടാകുമ്പോൾ പോലും ആളുകൾക്കത് മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെയുള്ള മുൻ നേതാക്കൾക്കും മുൻ സർക്കാരിനും അത് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ വോട്ടിലേക്ക് പ്രതിഫലിച്ചേനെ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇദ്ദേഹത്തിന് അത് സാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഇന്നത്തെ പത്രസമ്മേളനമൊക്കെ കാണുമ്പോൾ തോന്നുന്നത് എന്ന് തോന്നുന്നു. പിന്നെ